രജിത് കുമാറിൻ്റെ അഭിഭാഷകന്റെ പ്രതികരണത്തിലേക്ക് വന്നാൽ രജിത് കുമാറിൻ്റെ കാറ് വരെ പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ ഉണ്ടായി. ഒരു ദിവസം വീട്ടിൽ ചെന്ന് കുറ്റവാളിയെ പോലെയാണ് പിടിച്ചുകൊണ്ട് പോയത് എന്നും രജിത് കുമാറിൻ്റെ അഭിഭാഷകൻ റിവറസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ക്രൈംബ്രാഞ്ച് ഇദ്ദേഹത്തെ നിരന്തരം വിളിപ്പിക്കുകയും വളരെ എന്താ പറയുക മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തുന്ന തരത്തിലേക്കുള്ള ചോദ്യം ചെയ്യലിൻ്റെ രീതിയാണ് ക്രൈംബ്രാഞ്ച് അവലംബിച്ചത് എന്നുള്ളതാണ് രജിത് കുമാർ എന്നോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. രജിത് കുമാർ വിളിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാതിരിക്കുകയോ അല്ലെങ്കിൽ പോലീസുമായിട്ട് സഹകരിക്കാതിരിക്കുന്ന ആളുമല്ല. എപ്പോഴും പോലീസ് വിളിച്ചു കഴിഞ്ഞാൽ ചെല്ലുകയും സംസാരിക്കുകയും അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തുകൊണ്ട് പുലർച്ചെ 4:45 ഉറങ്ങിക്കിടക്കുന്ന രജിയെയും കുടുംബത്തെയും വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് നിങ്ങൾ ഉടനെ തന്നെ പുറപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറ്റി ഒരു കറുത്ത മാസ്ക് അണിയിപ്പിച്ച് ഒരുപാട് നേരം വണ്ടിയിലിരുത്തി അതിനുശേഷം വണ്ടി ഒരുപാട് നേരം ഓടിച്ച് ക്യാമ്പിൽ കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു തുമ്പുമില്ലാത്തൊരു കേസിൽ ഉള്ള പിടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് രജി എന്ന് പറയുന്ന ആളെയും കുടുംബത്തെയും ആക്ഷേപിക്കുന്ന തരത്തിലും അപഹസിക്കുന്ന തരത്തിലും ആണ് അതുവരെയുള്ള ചോദ്യങ്ങളിലും ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലെന്നാണ് രജി മനസ്സിലാക്കുക. കാരണം വളരെയധികം മോശപ്പെട്ട രീതിയിലുള്ള ഭാഷയും അതുപോലെ തന്നെ രീതിയുമാണ് ക്രൈംബ്രാഞ്ച് അവലംബിച്ചിരിക്കുന്നത്. നമ്മൾ ആ കണ്ട ദൃശ്യം അത് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് സമീപത്ത് നിന്നുള്ള ദൃശ്യമാണ്. ഓട്ടോയിൽ കയറി പോകുന്ന CCTV ദൃശ്യമാണ്. കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണമെന്ന് ഭാര്യ സഹോദരനോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം ഇവരൊരു വീട് പൂട്ടി, ഭാര്യയ്ക്കൊപ്പം വീട് പൂട്ടി പോകുകയായിരുന്നു. പിന്നീട് ലോഡ്ജിൽ മുറിയെടുത്തു. അതിനുശേഷം അവിടെ നിന്നും പോയി അതിന്റെ ദൃശ്യമാണ് കണ്ടത്. ഇപ്പോൾ 2021 ഓഗസ്റ്റിലാണ് അമ്മയുടെ തിരോധാനം വരുന്നത്. PV അൻവറിന്റെ വാർത്താസമ്മേളനത്തെ പരാമർശത്തോടുകൂടി അത് വീണ്ടും സജീവമായി ആ കേസിലേക്ക് ശ്രദ്ധ വരികയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനെതിരെയും ആരോപണം വരുന്നത്.